കോൺഗ്രസിന്റെ അവസ്ഥ വലിയ ഗതികേടിലാണ്, അഥവാ UDFന്റെ അവസ്ഥ വലിയ ഗതികേടിലാണ്. നമ്മൾ UDFന്റെ ഘടനയൊന്ന് പരിശോധിച്ച് നോക്കിയേ. കോൺഗ്രസിന് അത്യാവശ്യം സീറ്റുകൾ കിട്ടും, പിന്നെ ലീഗിന് അത്യാവശ്യം സീറ്റുകൾ കിട്ടും. ഇത് കഴിഞ്ഞാൽ പിന്നെ ആകപ്പാടെ 2 സീറ്റ് കിട്ടുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ജോസഫിന്റെ പാർട്ടിയാണ്. തൊടുപുഴയും കടത്തുരുത്തിയും 2 സീറ്റുകൾ വിജയിച്ചു വരും. പാലായിൽ മാണി സി കാപ്പൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ നമുക്കറിയില്ല. കെ രമ വടകരയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ നമുക്കറിയില്ല. പിന്നെ CMPക്കാണെങ്കിൽ RSPക്കാണെങ്കിൽ ഒരു സീറ്റ് പോലുമില്ല. ഇതാണ് UDFന്റെ ഘടന എന്ന് പറയുന്നത്. ആ സമയത്താണ് LDF അതിശക്തമായൊരു മുന്നണിയായി നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ സാമുദായിക സംഘടനകൾ LDFനോടൊപ്പം ചേരുന്നു. NSS LDF സർക്കാരിൽ വലിയ വിശ്വാസം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൂടാതെ കോൺഗ്രസ് കള്ളക്കളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ പറയുന്നു. അവർക്ക് BJPയിലും വിശ്വാസമില്ല, BJPയും പറഞ്ഞു പറ്റിക്കുന്ന പ്രസ്ഥാനമാണ് എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും NSSനെ അനുനയിപ്പിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത് കേട്ടോ. 2021 പ്രത്യേകമായ സാഹചര്യമാണെന്നേ. അന്ന് കോവിഡ് ഉണ്ടാകുന്നു. ആ കോവിഡിന്റെ കാലത്ത് ജനപക്ഷ സർക്കാർ എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം പിണറായി സർക്കാർ അന്ന് ചെയ്തു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവർ കിറ്റ് നൽകി, അവർ പെൻഷൻ നൽകി, ആളുകൾ പട്ടിണി കിടക്കേണ്ടി വന്നില്ല, ആളുകൾക്ക് മരുന്ന് കിട്ടാതെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അപ്പൊ പണം കിട്ടി, ഭക്ഷണം കിട്ടി, മരുന്ന് കിട്ടി. നിശ്ചയമായും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മുതൽ ഏതാണ്ട് ഉയർന്ന ഇടത്തരക്കാർ വരെ ഈ സർക്കാരിനോടൊപ്പം നിന്നു. കാരണം അവർക്ക് താങ്ങായി കോവിഡ് കാലത്ത് നിന്ന് പിണറായി സർക്കാരാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ LDFും CPMും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ഉറപ്പാക്കിയിരിക്കുന്നു.